നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ BR അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ദില്ലി പോലീസ്. ഗുജറാത്തി MP ഹേമംഗ് ജോഷി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് നടപടി. അംബേദ്കർ വിവാദത്തിലുണ്ടായ സംഘർഷങ്ങൾക്കിടെ പരിക്കേറ്റ 2 BJP MPമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധി തള്ളിയതാണെന്നാണ് BJPയുടെ ആരോപണം. BJP MPമാർ തള്ളിയതിനെ തുടർന്ന് തനിക്കും പരിക്കേറ്റെന്ന് ആരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും രംഗത്തെത്തിയിരുന്നു. പരിക്കേറ്റെന്ന് BJP പറയുന്ന MPമാരായ മുകേഷ് രാജ്പുതിനെയും പ്രതാപ് സാരംഗിനെയും ഡൽഹി രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്നാരോപിച്ച് BJPയുടെ നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ MP ഫോങ്നോൺ കന്യോകും രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെ രാവിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് മഗർദ്വാറിലേക്ക് മാർച്ച് ആരംഭിച്ചത്. ഇതേസമയം മഗർദ്വാറിൽ അംബേദ്കറെ നെഹ്റു വഞ്ചിച്ചെന്ന മുദ്രാവാക്യവുമായി പ്രതിപക്ഷവും എത്തി. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാർ മാർച്ചുമായി ഭരണപക്ഷത്തിനിടയിലേക്ക് ഇരച്ചു കയറിയതോടെ ഉന്തും തള്ളുമായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം MPമാർ പാർലമെന്റിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ സംഘർഷം വർദ്ധിച്ചു. കോൺഗ്രസ് MPമാരുടെ സമാധാനപരമായ പ്രതിഷേധം BJP തടയാൻ ശ്രമിച്ചതാണ് സംഘർഷങ്ങൾക്കിടയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP MPമാർ വടിവാളുകളുമായിട്ടാണ് തങ്ങളെ തടഞ്ഞതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അംബേദ്കറെ കുറിച്ചുള്ള പരാമർശത്തിൽ നിന്നും അദാനി വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാണ് BJP ഇത്തരത്തിലുള്ള സംഘർഷം സൃഷ്ടിച്ചതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി സ്പീക്കർ. അംബേദ്കർ വിവാദത്തിൽ അമിത് ഷായ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഓം ബിർളയുടെ കടുത്ത നടപടി. പ്രവേശന കവാടങ്ങളിൽ തടസ്സമുണ്ടാക്കുകയോ പ്രതിഷേധ പരിപാടിയോ നടത്തുകയോ ചെയ്യരുതെന്ന് സ്പീക്കർ MPമാർക്ക് നിർദ്ദേശം നൽകി. ആനയെഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങളിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് അപ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്നും നിലവിലെ സുപ്രീം കോടതി പുറത്തിറക്കിയ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആനയെഴുന്നള്ളിപ്പിന് നടത്താമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ആനയെഴുന്നള്ളിപ്പിലെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് സുപ്രീം കോടതി സ്റ്റേ നൽകിയതിൽ സന്തോഷമുണ്ടെന്നും ഇത് പൂരപ്രേമികളുടെ വിജയമാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരപ്രേമികളായ ജനങ്ങളുടെ വികാരമാണ് സുപ്രീം കോടതി മനസ്സിലാക്കിയതെന്നും ഇത് ദേവസ്വങ്ങളുടെ മാത്രം പ്രശ്നമല്ലെന്നും വാദ്യകലാകാരന്മാർ മുതൽ ബലൂൺ കച്ചവടക്കാരെ വരെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നുവെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ BR അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച് നീല വസ്ത്രങ്ങൾ ധരിച്ച് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് നടന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ BJP പ്രതിഷേധത്തിനിടയിലേക്ക് കയറിയതോടെ പാർലമെന്റിൽ സംഘർഷം ഉണ്ടായി. ADGP MR അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിൽ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാരസ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അനധികൃത സ്വത്തു സമ്പാദനത്തിനുള്ള വിജിലൻസ് അന്വേഷണത്തിനു പുറമെ തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥാനം കയറ്റം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 6 സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ. മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്ക് എതിരെയാണ് നടപടി. പാർട്ട് ടൈം സ്വീപ്പർ മുതൽ പാർക്ക് ഓഫീസർ വരെ നടപടി നേരിട്ടവരിൽ ഉൾപ്പെടും. അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചു അടക്കാനും നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കം 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുവെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. NCPയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ MK ശശിധരൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ എന്ന് CPM തീരുമാനം. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് CPM ജനറൽ സെക്രട്ടറി ചുമതലയുള്ള ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോട് മുടങ്ങിയ തവണകളുടെ തുക അടിയന്തരമായി അടക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ KSFE ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് KSFE ചെയർമാൻ K വരദരാജൻ വ്യക്തമാക്കി. നേരത്തെ തന്നെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ലെന്ന് തീരുമാനം എടുത്തിരുന്നതാണെന്നും അങ്ങനെയിരിക്കെ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടകര അഴിയൂർ ചേറോട് 9 വയസ്സുകാരിയായ ദിർഷാനയെ വാഹനമിടിച്ച് കോമാവസ്ഥയിലാക്കിയ കേസിലെ പ്രതി ഷജീലിന് മുൻകൂർ ജാമ്യമില്ല. പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അപകടം ഉണ്ടാക്കിയിട്ട് നിർത്താതെ വാഹനമോടിച്ചു, അപകട വിവരം മറച്ചുവെച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ ഉന്നയിച്ചത്. ബലാത്സംഗ കേസിൽ മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. എറണാകുളം പോക്സോ കോടതിയുടെ അടുത്താണ് വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ്. ജോൺസണിൻ്റെ മാനേജറായി ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കേസ്. കൊച്ചി വെണ്ണലയിൽ മരിച്ച അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ കുഴിച്ചിടാൻ മകന്റെ ശ്രമം. വെണ്ണല സ്വദേശി 70 വയസ്സുള്ള അല്ലിയാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്ഥലത്ത് മൃതദേഹം മറവ് ചെയ്യാൻ കുഴിയെടുത്തിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട്, വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. അദാനി അംബേദ്കർ വിഷയങ്ങളിൽ പ്രക്ഷുബ്ധമായ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. അതേസമയം അംബേദ്കർ വിവാദത്തിൽ ഇരുസഭകളിലും ഇന്നും പ്രതിഷേധം ശക്തമാക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വനിതാ MP അടക്കം നൽകിയ പരാതിയിൽ നടപടികൾ ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. വയനാട്ടിൽ ഓട്ടോറിക്ഷയിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോയ സംഭവത്തിൽ വീണ്ടും നടപടി. മാനന്തവാടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വീഴ്ച പറ്റിയെന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ റിപ്പോർട്ട് നൽകി. മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത് വകുപ്പിനും സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ലഭ്യമാക്കാനാണ് മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.